കാലഘട്ടങ്ങൾക്കനുസരിച്ച് ബാലസാഹിത്യം മാറേണ്ടതുണ്ട്. ശാസ്ത്രീയമായ അറിവുകളും സാമൂഹിക സന്ദേശങ്ങളും ചേർത്ത് കുട്ടികൾക്ക് അനുയോജ്യമായ കഥകൾ നൽകുന്നത് അത്യാവശ്യമാണ്. ചാൾസ് ഡാർവിൻ പറഞ്ഞ സർവൈവൽ ഓഫ് ദ ഫിറ്റ്നസ് എന്ന ആശയം പോലെ കുട്ടികളുടെ മാറ്റങ്ങളും കൗതുകങ്ങളും തിരിച്ചറിഞ്ഞ് പുതിയ തലങ്ങൾ കഥകൾ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. ഡോക്ടർ പ്രേംരാജ് കെ എഴുതിയ ഉൽക്ക മലയാള ബാലസാഹിത്യത്തിൽ പുതുമ നിറയ്ക്കുന്ന സാഹസികതയും ശാസ്ത്രീയ അന്വേഷണവും ചേർന്നൊരു ശ്രദ്ധേയ നോവലാണ്. കഥയിൽ കുറ്റാന്വേഷണത്തിന്റെ ആവേശവും കുട്ടികളുടെ കൗതുകവും സാമൂഹിക സന്ദേശങ്ങളും ചേർത്ത് വായനക്കാരെ തുടക്കം മുതൽ അവസാനം വരെ പിടിച്ചിരുത്തുന്നു. കഥയുടെ തുടക്കം അജിത് എന്ന യുവാവിന്റെ ജീവിതത്തിലെ യാഥാർത്ഥ്യ പ്രശ്നങ്ങളിലൂടെയാണ്. IT കമ്പനികളിൽ ജോലി ചെയ്യുന്നവരെ അലട്ടുന്ന സമ്മർദ്ദങ്ങളും വിവാഹത്തെക്കുറിച്ചുള്ള കുടുംബത്തിന്റെ ആശങ്കകളും പ്രതീക്ഷകളും അജിത്തിന്റെ മനസ്സുമായി യാഥാർത്ഥ്യങ്ങളെ ബന്ധിപ്പിക്കുന്നു. എന്നാൽ വിധി പെട്ടെന്ന് എല്ലാം തന്നെ മാറ്റിമറിക്കുന്നു. സാളഗ്രാം ശിലയെ ചുറ്റിപ്പറ്റിയ അന്ധവിശ്വാസങ്ങൾ കഥയെ രഹസ്യാന്വേഷണത്തിലേക്ക് നയിക്കുന്നു. ബാംഗ്ലൂരിൽ താമസിക്കുന്ന ജിതിൻ ജാനകി ദമ്പതികളുടെ മക്കളായ ക്രിഷും പ്രഭയും കഥയിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു. ക്രിഷിന് ഫേസ് ബ്ലൈൻഡ്നസ് എന്ന വൈകല്യമുണ്ടെങ്കിലും അച്ഛൻ കണ്ടെത്തിയ റെക്കോ എന്ന ഉപകരണം അവനെ സഹായിക്കുന്നു. അമ്മയ്ക്ക് കൊച്ചിയിൽ ജോലി കിട്ടുന്നതോടെ കുടുംബം അവിടെ എത്തുകയും കഥ പുതിയ തലങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ക്രിഷിനും പ്രഭയ്ക്കും സ്വസ്തിക് അവന്യൂ റോഡിൽ പുതിയ കൂട്ടുകാരെ കിട്ടുന്നു. അശുതോഷ്, രാകേഷ്, അനേകം കുട്ടികൾ അവരുടെ കൂട്ടിനായി എത്തുന്നു. രാകേഷിന്റെ ചെറിയ സംശയം കഥയെ UFO, ഏരിയ 51, DNA ടെസ്റ്റിംഗ് പോലെയുള്ള വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അജിത്തിന്റെ വീട്ടിലെ സാളഗ്രാം ഉൽക്കയാണെന്ന് രാകേഷ് കരുതുന്നു. അതിനെ മോഷ്ടിക്കാൻ കുട്ടികൾ ശ്രമിക്കുന്നതും അവരുടെ അന്വേഷണങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന വലിയൊരു മോഷണ കേസിലേക്ക് വഴിതെളിക്കുകയും ചെയ്യുന്നതോടെ കഥയെ ഒരു ശാസ്ത്രീയ ത്രില്ലറിലേക്ക് മാറ്റുന്നു. ഉൽക്ക കുട്ടികളുടെ ലോകത്തെ കൗതുകം, ധൈര്യം, അന്വേഷണ മനോഭാവം എന്നിവയെ മനോഹരമായി അവതരിപ്പിക്കുന്നു. ചെറിയ സംഭവങ്ങൾ വലിയൊരു രഹസ്യാന്വേഷണത്തിലേക്ക് വളരുന്നതും അതിലൂടെ കുട്ടികൾക്ക് ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ തിരിച്ചറിവുകൾ ലഭിക്കുന്നതുമാണ് നോവലിന്റെ പ്രധാന ആകർഷണം. മതവും വിശ്വാസവും ദുരുപയോഗത്തിനായി ഉപയോഗിക്കപ്പെടുന്നുവെന്ന ശക്തമായ സന്ദേശം കഥയിൽ തെളിഞ്ഞു കാണാം. മനുഷ്യർ എത്ര വിദ്യാഭ്യാസമുള്ളവരായാലും അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെടുന്നുവെന്ന യാഥാർത്ഥ്യം എഴുത്തുകാരൻ സൂക്ഷ്മമായി വരച്ചുകാട്ടുന്നു. കൂടാതെ പൂന്തോട്ട പരിപാലനത്തിന്റെ ഗുണങ്ങളും പ്രകൃതിയോടുള്ള അടുപ്പവും കഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മൊബൈൽ ഗെയിമുകളിൽ സമയം കളയുന്നവർ പ്രകൃതിയെ അറിഞ്ഞാൽ ജീവിതം എത്ര മനോഹരമാകുന്നുവെന്ന് കഥ സൂചിപ്പിക്കുന്നു. ഈ നോവൽ കുട്ടികൾക്ക് വിനോദത്തിനൊപ്പം വിദ്യാഭ്യാസപരമായ മൂല്യവും നൽകുന്നു. അന്വേഷണ മനോഭാവം, കൂട്ടായ്മയുടെ പ്രാധാന്യം, ധൈര്യത്തോടെ പ്രശ്നങ്ങളെ നേരിടുവാനുള്ള മനസ്സ് എന്നിവ കഥയിൽ ചേർത്തുകൊണ്ട് കുട്ടികളുടെ വായനാനുഭവം ആസ്വാദ്യകരവും പ്രചോദനപരവുമാക്കുന്നു. വൈകല്യമുള്ള കുട്ടികളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താതെ ടെക്നോളജിയുടെ സഹായത്തോടെ മുന്നേറുന്ന പ്രതിനിധികളായി ക്രിഷും പ്രഭയും കഥയിലെത്തുന്നു. ലളിതമായ ഭാഷയും സസ്പെൻസ് നിറഞ്ഞ സംഭവവികാസങ്ങളും വായനക്കാരനെ തുടക്കം മുതൽ അവസാനം വരെ പിടിച്ചിരുത്തുന്നു. ചിത്രീകരണങ്ങളും കവറിന്റെ രൂപകൽപ്പനയും എഴുത്തുകാരൻ തന്നെ നിർവഹിച്ചതിനാൽ പുസ്തകത്തിന് കലാത്മകമായൊരു ഭാവവും ലഭിച്ചിരിക്കുന്നു. ഉൽക്ക കുട്ടികൾക്ക് സാഹസികത, കൗതുകം, പഠനം, വിനോദം ഓൾ ഇൻ വൺ നൽകുന്ന മലയാള ബാലസാഹിത്യത്തിലെ പുതുമ നിറഞ്ഞൊരു ശ്രദ്ധേയ സംഭാവനയാണ്. ഡോക്ടർ പ്രേംരാജ് കെ എഴുതിയ ഈ നോവൽ കുട്ടികളുടെ അന്വേഷണ മനോഭാവവും ശാസ്ത്രീയ ബോധവും ഉയർത്തിക്കാട്ടുന്ന സാമൂഹിക പ്രസക്തിയുള്ള ഒരു സാഹിത്യാനുഭവം ഒരുക്കുന്നു. ഇതുപോലെ അനേകം നോവലുകൾ രചിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.